യാത്രയുടെ 7-ാം തീയതി അവസാനത്തെ ദിവസമാണിന്ന്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ജമ്മു താവിയിൽ ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഇന്ന് അവസാനത്തെ യാത്രയുടെ സന്തോഷങ്ങളൊക്കെ പരസ്പരം പങ്കുവെച്ചുകൊണ്ട് ഞങ്ങളിതാ ഇറങ്ങുന്നു. അങ്ങനെ അതാ കണ്ടില്ലേ ഈ യാത്ര. ഇതാ അപ്പോൾ ജമ്മുവിലുള്ള സ്ഥലങ്ങളാണ് ഈ കാണുന്നത്. ചെറിയ ചെറിയ തോട്ടങ്ങളെപ്പോലെയുള്ള സ്ഥലങ്ങൾ. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഇറങ്ങിയതിന് ശേഷം നല്ലൊരു പൂരിയും ചായയും കഴിച്ചു. അതിനുശേഷം നമ്മുടെ ടാക്സിയിൽ കയറി യാത്ര തുടരുകയാണ്. നമ്മുടെ ടാക്സി ഡ്രൈവറുണ്ട്, ഒരു കാശ്മീരി. പിന്നീട് അങ്ങനെ നീണ്ട യാത്ര, ഏകദേശം വൈകുന്നേരം ആവുവോളം യാത്ര തന്നെ. ഓരോ സ്ഥലങ്ങളിലൂടെയുള്ള യാത്രയായിരുന്നു. ഇവിടെ കുറേ യാത്രക്കുള്ള സ്ഥലങ്ങളൊക്കെ അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയൊരു കാപ്പി കുടിച്ചു, നല്ലൊരു കാശ്മീരി കാപ്പി. അപ്പോൾ അത് കഴിച്ചതിന് ശേഷം വീണ്ടും യാത്ര തുടരുകയാണ്. അവിടെ കേദാർനാഥിലേക്കുള്ള യാത്രാ ബോർഡൊക്കെ കാണുന്നുണ്ട്. പിന്നെ ഇവിടെ ടണലുകളാണ്, ഇവിടെ പ്രത്യേകമായിട്ടുള്ള ടണലുകൾ. ഇതിവിടെ കാശ്മീരിലെത്തിയാൽ വളരെ സുലഭമായി കാണാൻ കഴിയും. അപ്പോൾ അത് അത്രയും മലകളുള്ള സ്ഥലമായതുകൊണ്ടാണ് ഞങ്ങളങ്ങനെ യാത്ര തുടരുകയാണ്. വീണ്ടും ഉച്ചഭക്ഷണത്തിന് സമയമായി. ഞങ്ങൾ ഒരു ചിക്കനും ഒരു ചോറും കഴിച്ചു. അവിടുത്തെ ഒരു ഭക്ഷണം ആപ്പിൾ റിസോർട്ട് എന്ന് പറയുന്ന ആപ്പിൾ തോട്ടത്തിലാണ് ഞങ്ങൾ എത്തിയത്. പോകുന്ന വഴിക്കാണ് ആപ്പിൾ തോട്ടം. ആപ്പിൾ ഇങ്ങനെ പൂത്ത സമയമാണ്, ആപ്പിൾ ഉണ്ടായിട്ടില്ല, പൂവിട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ആപ്പിൾ തോട്ടത്തിൽ കയറി ഞങ്ങളെന്തായി, അതിങ്ങനെ അവിടെ ഫോട്ടോസൊക്കെ എടുത്തു. ആപ്പിൾ പൂവ് പ്രത്യേകം നല്ലൊരു ഭംഗിയുള്ള പൂവായിട്ട്, ആപ്പിളിൻ്റെ ഓരോ പൂക്കൾ അതിലൊക്കെ ഈച്ച വന്നിരിക്കുന്നുണ്ട്. ആപ്പിളിൻ്റെ സീസൺ സമയത്ത്, ആപ്പിളിന് വളരെ വില കുറഞ്ഞ സമയത്ത് ഇവിടെ 20 രൂപയ്ക്ക് കിലോന് കിട്ടും എന്നൊക്കെയാണ് പറഞ്ഞത്. പിന്നെ ഞങ്ങളൊരു ആപ്പിളിൻ്റെ ഒരു ജ്യൂസ് കുടിച്ചു. അവിടെ നിന്ന് തന്നെ ഫ്രഷ് ജ്യൂസ് 50 രൂപയാണ് ഗ്ലാസ്സിന് വില. അത് നല്ല ടേസ്റ്റി ആയി തോന്നി. ആ സമയത്തായതുകൊണ്ടായിരിക്കും, പാലൊന്നും ഇല്ലാത്ത ഫ്രഷ് ആയിട്ടുള്ള ജ്യൂസായിരുന്നു. യാത്ര തുടർന്നു. ഇപ്പോൾ ആ മഞ്ഞ നിറത്തിൽ കാണുന്നതൊക്കെ എന്താണ്, കടുകിൻ്റെ തോട്ടങ്ങളാണ്, കടുകാണ്. വീണ്ടും യാത്ര. അങ്ങനെ അങ്ങനെയുള്ള ഈ മധുരപലഹാരത്തിൻ്റെ ഷോപ്പുകളാണ്. കാശ്മീർ ഇതിലൊക്കെ പ്രസിദ്ധമാണല്ലോ. പിന്നെ അങ്ങനെ പോകുന്നത് ഇനിയാണ് നമ്മുടെ പെഹൽഗാം. ഇവിടേക്കാണ് നമ്മൾ ഇന്നത്തെ ഫസ്റ്റത്തെ ദിവസം വരാനുള്ളത്. അവിടെ പോകുമ്പോൾ അരുവികൾ, വളരെ സുന്ദരമായ അരുവികൾ, വളരെ വെള്ളാരംകല്ല് പോലെയുള്ള കല്ലുകളൊക്കെ ഉള്ള വളരെ ഭംഗിയുള്ള സ്ഥലമാണ് പെഹൽഗാം. അവിടെയാണ് ഫസ്റ്റ് ദിവസം. അവിടെ കുരിശ് പോലെയുള്ള സ്ഥലത്താണ് നമ്മുടെ റൂം വരുന്നത്. അപ്പോൾ ഈ ഏരിയയിൽ ഇങ്ങനെ എത്തിയപ്പോൾ നമ്മൾ അതിൻ്റെ അടുത്തിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് വളരെ ഭംഗിയുള്ള സ്ഥലങ്ങളായി മാറി. വളരെ മലകൾ, എന്തോ ഒരു ഭംഗിയുള്ള സ്ഥലങ്ങൾ എന്ന് നമുക്ക് പറഞ്ഞ് വീണ്ടും ഒരു ടണലിൽ പ്രവേശിക്കുകയാണ്. ടണലിന് ഒരു പഞ്ഞവുമില്ല, സുലഭമായി ഇവിടെ സാധനം കിട്ടും. അപ്പോൾ ലൈറ്റിട്ട് ഉള്ളിലൊക്കെ അത്രയും ഭംഗിയുള്ള സ്ഥലം. അങ്ങനെ ആ ടണലിലൂടെയുള്ള യാത്ര 9 കിലോമീറ്റർ വരെയുള്ള ടണലുണ്ട് അതിൽ. അപ്പോൾ കാശ്മീരിൽ വന്നാൽ നമുക്ക് ആ കാര്യത്തിൽ ഒരു പേടിയും പേടിക്കേണ്ട. എല്ലാവർക്കും ഇതിൽ കയറി ഇറങ്ങാനുള്ള അവസരവും. പിന്നെ സൈക്കിളിന് അംഗീകാരം ഇതിൽ കയറാൻ അനുവദിക്കൂല എന്ന് പറയുന്നത് ഡ്രൈവർ പറഞ്ഞു. ഡ്രൈവർ കാര്യങ്ങളൊക്കെ അത്രയും വിശദീകരിച്ച് തന്നിട്ടുണ്ട്. ഡ്രൈവർ വളരെ വാത്സല്യവും സൗഹൃദപരമായ ഒരാളായിരുന്നു. അങ്ങനെ റൂമെത്തി. റൂമിൻ്റെ മുറ്റത്താണ് ഞങ്ങൾ നിൽക്കുന്നത്. അങ്ങനെ റൂമിൻ്റെ മുന്നിൽ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തു. ശേഷം ഞങ്ങൾ ഒരു ടീം വന്ന് ഉപയോഗിച്ച ഒരു ഗ്യാസ് അടുപ്പാട്ടോ, നമ്മൾ യാത്രക്കാർ ചെയ്യുന്ന ഒരു സാധനമാണ്. അങ്ങനെ ഞങ്ങൾ ഭക്ഷണത്തിന് പുറത്ത് പോയി. ഞങ്ങൾ അന്ന് നല്ലൊരു ഭക്ഷണം കഴിച്ചു. അങ്ങനെ ഇന്നത്തെ ദിവസം ഇവിടെ പൂർത്തിയാവുകയാണ്.